പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലാണ് ആ സിസ്റ്റത്തിനൊരു വ്യത്യാസം വന്നതെങ്കിൽ കൂടി അതിനെ എതിർക്കുന്നവരാണ് സമ്മതിക്കുന്നില്ല. അതെ. ഇപ്പം യേശുവിനെ എന്തുകൊണ്ടാണ് ശുശ്രൂഷയിൽ എതിർത്ത് ഇവര്? അവരുണ്ടാക്കി വെച്ച സിസ്റ്റത്തെ യേശു വയലേറ്റ് ചെയ്തു. പണ്ട് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പറഞ്ഞു 20 വർഷം കഴിഞ്ഞ ഒരു സഭയെ നടത്താൻ പാടാന്ന് പാസ്റ്റർ. അതിന്റെ കാരണം അതിനകത്ത് പരീക്ഷന്മാർ വർദ്ധിക്കും. കാരണം അതിലിരിക്കുന്നവർ തന്നെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് മനസ്സ് കല്ലിച്ച് കൈയടിക്കത്തില്ല, പിന്നെ സ്തോത്രം പറയത്തില്ല, ബഹളം അവർക്ക് ഇഷ്ടമല്ല, അവർക്ക് 12:30 ആവുമ്പോൾ അവർക്ക് പോകണം. ഇങ്ങനെയുള്ള ചിട്ടകളിലേക്ക് ചർച്ച മാറും. ആഴ്ചയിലും വചനം സംസാരിക്കണമെന്ന് തന്നെ നിർബന്ധം. ഒരാഴ്ച വർഷിപ്പ് പോട്ടെന്നേ. വർഷിപ്പിന് മനുഷ്യരെ തൊടാൻ പറ്റത്തില്ലേ? അത് പറ്റിയല്ല. 2 പാട്ട് കൃത്യമായിട്ട് ബാക്കി സാക്ഷ്യം. അതാണ് ഇന്ന് സഭ നേരിടുന്ന വലിയൊരു പ്രശ്നം. ബൈബിൾ സ്കൂൾ ടീച്ചർമാർ എന്നെ എതിർക്കരുത്, ബൈബിള് പഠിപ്പിക്കുന്നില്ല. ബൈബിൾ വളരെ കുറവാണ് പഠിപ്പിക്കുന്നത്. അവിടെ തിയോളജി, ന്യൂമറ്റോളജി, ഡെമനോളജി, ഇങ്ങനെയുള്ള പല തിയോളജികളാണ് പഠിപ്പിക്കുന്നത്. ഇതൊന്നും നമുക്ക് ശുശ്രൂഷയിൽ കാര്യമായി ഉപകരിക്കുന്നില്ല. ക്രിസ്ത്യൻ ഗാരേജ്. പാസ്റ്റർ, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം എന്നെ കണ്ടിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം എപ്പോഴാണ് ഉണ്ടായത്? ഞാൻ എൻ്റെ 17 വയസ്സ് വരെ കരവാളൂർ ബഥേൽ മർത്തോമ പള്ളിയുടെ ഇടവക്കാരനായിരുന്നു. ഓക്കെ. എൻ്റെ വീടിനടുത്ത് തന്നെ പള്ളി. +2 കഴിഞ്ഞതിന് ശേഷം റിസൾട്ടിന് ഞാൻ കാത്തിരിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യമായി ഒരു ദൈവവിളി എന്ന് പറയാൻ പറ്റില്ല, എന്നോടൊരു പ്രവാചകൻ സംസാരിക്കുക. ഞാനൊരു യോഗത്തിൽ ചെന്നിരിക്കുമ്പോൾ എൻ്റെ അമ്മ അന്ന് ഇച്ചിരി സ്പിരിച്വലി ഒന്ന് ഉണർത്തപ്പെട്ട ഒരാളായതുകൊണ്ട്, അമ്മ യാക്കോക്കാരിയായിരുന്നു, അപ്പൻ മർത്തോമക്കാരനായിരുന്നു. അപ്പോൾ യാക്കോക്കാർക്ക് കൂടുതൽ പ്രാർത്ഥനയാണ്, ചൊല്ലൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ മർത്തോമ പള്ളിക്കകത്ത് ചൊവ്വാഴ്ച തോറും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉണർവ് യോഗം നടക്കുന്നത് അന്ന് പള്ളിയിൽ തന്നെ. ആ യോഗത്തിൽ ഈ അമ്മ പോയി അമ്മയ്ക്ക് ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രാർത്ഥന, ആരാധന, അന്യഭാഷ. അന്നത്തെ കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ +2 കഴിഞ്ഞ സമയത്ത് അന്ന് അച്ചായൻ്റെ വീട്ടിൽ നിന്ന് അച്ചായൻ ഭൂതം ഉറക്കുമായിരുന്നു. ഏത് കെടികെട്ടിയ പിശാചുകളെ കൊണ്ടുവന്നാലും പണയിലെ പൊന്നച്ചാന്ന് ഞങ്ങൾ വിളിക്കുന്നത്, ടി മാരാമൻകാരനാ. ആ മനുഷ്യൻ ആ സ്ഥലത്ത് വന്ന് ഒരു പ്രാർത്ഥന തുടങ്ങിയതാ. ആ മനുഷ്യന്റെ വീട്ടിൽ മർത്തോമേ നിൽക്കുമ്പോൾ തന്നെ 100 കണക്കിന് പിശാചുകളെ ആ മനുഷ്യനെ ഇറക്കി വിടും. ഇത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് അമ്മയ്ക്ക് ഭയങ്കര ടേസ്റ്റായി. അങ്ങനെ ഇരിക്കും പള്ളിയിൽ ഒരു വലിയ പ്രോബ്ലം ഉണ്ടായി. പള്ളിയിൽ ഒരു ടൈം കഴിഞ്ഞിട്ട് അടുത്ത ടൈമിൽ വന്ന അച്ഛന് ഈ ഉണർവ് യോഗം ഇഷ്ടപ്പെട്ടില്ല. പുള്ളി മധുവായി കയറി എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അതിന് ഉപയോഗിച്ച പദം, പള്ളിയുടെ മധുവിൽ നിന്ന് ഉപയോഗിച്ച പദം വേദപുസ്തകത്തിന് നിരക്കാത്ത പദം. പള്ളിയിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാർ അതിനെതിരെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അച്ഛൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകത്തില്ല, പള്ളിയിൽ നിന്ന് ആൾക്കാർ മാറുമെന്ന് പറഞ്ഞു. അച്ഛൻ അതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അങ്ങനെ പള്ളിയിൽ നിന്ന് 6 or 7 കുടുംബം മാറി. അങ്ങനെ മാറിയ കൂട്ടത്തിൽ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അപ്പന് ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ അപ്പൻ ഈ ഒരു കാര്യത്തിലേക്ക് വന്നതേ. അങ്ങനെ അമ്മ പ്രാർത്ഥിച്ചാണ് ഈ പപ്പ വരുന്നത്, മക്കളായി ഞങ്ങൾ വരുന്നത്. ഇതിനകത്ത് വന്നതിന് ശേഷമാണ് സത്യത്തിൽ എൻ്റെ പിതാവ് എന്നെക്കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യം, ഞാനൊരു പട്ടാളക്കാരനാകണം. കാരണം എൻ്റെ പപ്പ ഒരു പട്ടാളക്കാരനാണ്. അപ്പം ഞാൻ അതിന് 7ാം ക്ലാസ് തൊട്ടേ അതിന് സ്പോർട്സിൽ വർക്ക് ചെയ്തു, സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്തു. പട്ടാളത്തിൽ എനിക്ക് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് ഈസി ആയിട്ട് കിട്ടും. അപ്പം എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കൂടെ മതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ അറിയാത്ത പാസ്റ്റർമാർ 2-3 പേര് എൻ്റെ തലയിൽ കൈവിട്ട് യാദർച്ഛിക, ഞാനിങ്ങനെ ചുമ്മാതെ ഒരു അനുഭവം ഇല്ലാതെ ചെന്നിരിക്കുമ്പോൾ എന്നോട് ഈ ദൈവാത്മാവിൽ നിറഞ്ഞ് ഇവർ സംസാരിക്കുന്നത്, നിന്നെ ദൈവവേലയ്ക്കായിട്ടും ദൈവീക പട്ടാളത്തിലേക്കും ദൈവം എടുത്തിരിക്കുന്നു എന്ന്. ഇന്ന് നിത്യത വിശ്രമിക്കുന്നൊരു ദൈവദാസനുണ്ടായിരുന്നു, ചേത്തക്കൽ തോമാച്ച എന്ന് പറഞ്ഞു. അയാൾ മരിച്ചുപോയി. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ലായിരുന്നു, റാന്നി ചേത്തക്കാരന്. ആ മനുഷ്യന് എന്നോട് ദൂത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അന്നൊന്നും ഈ ദൂതെന്ന് പറഞ്ഞാൽ എന്തുവെന്ന് അറിയത്തില്ല. അങ്ങനെ ആണ് സത്യത്തിൽ ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നത്. പിന്നീട് എനിക്ക് വ്യക്തിപരമായി പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായി. കാരണം ഈ ജോലിക്ക് പോകാൻ ഞാൻ താല്പര്യപ്പെട്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി എൻ്റെ മുറിക്കകത്ത്, എൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് എനിക്കൊരു ബോധ്യതയുണ്ടായി, ഈ ദൈവവേല ചെയ്യുന്നത് ഉത്തമമാണെന്ന്. ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ ഒരാൾ പോലും പറയാനില്ല. നേർന്നതോ അതുപോലെ അച്ഛനോ അച്ഛന്മാരോ ആരും തന്നെ എൻ്റെ അമ്മയുടെ വീട്ടിലും അപ്പൻ്റെ വീട്ടിലും ഇല്ല. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ 2 കുടുംബത്തിൽ
അതെൻ്റെ തീരുമാനമാണ്. ഓക്കെ. എനിക്ക് വേണമെങ്കിൽ മറ്റൊരു തീരുമാനം എടുക്കാം, പട്ടാളത്തിൽ പോകാൻ എനിക്ക് കിട്ടും, ജോലി കിട്ടും. അതെ അതെ. പക്ഷെ ഞാൻ എൻ്റെ പപ്പയോട് പറഞ്ഞു, പപ്പ എനിക്കൊരു ബോധ്യത തോന്നുന്നു, ദൈവവേല ചെയ്ത് ജീവിക്കണമെന്ന്. എൻ്റെ പപ്പ ഒരു സമയം വരെ അതിനെ എതിർത്തു, ഇഷ്ടപ്പെട്ടില്ല. കാരണം ഗവൺമെൻറ് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്നായിരുന്നു എൻ്റെ അപ്പൻ്റെ വാല്യൂ. പക്ഷേ എൻ്റെ പപ്പ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത ശുശ്രൂഷയിൽ അഭിമാനം കൊണ്ടു. കാരണം ഞാൻ ഈ 34 വർഷത്തിനകത്ത് കുറഞ്ഞതൊരു 6 ലക്ഷം പേരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ സ്നാനപ്പെടുത്തിയവരുടെ എണ്ണം തന്നെ ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ലെന്ന് എൻ്റെ പപ്പയ്ക്ക് വിശ്വാസത്തിൽ വന്ന് എൻ്റെ പപ്പയ്ക്ക് മനസ്സിലായി. അപ്പം അതുകൊണ്ട് എൻ്റെ പപ്പ പിന്നെ എതിർത്തില്ല. ആദ്യം എതിർത്തു, പക്ഷേ കർത്താവിൻ്റെ വേലയ്ക്ക് പോകാനുള്ള നിയോഗം വ്യക്തമായിട്ട് 91 അന്ന് ഞാൻ പോയിക്കൊണ്ടിരുന്ന പ്രാദേശിക സഭക്കാരെന്നെ ഉത്സാഹിപ്പിച്ചു. അന്ന് അവർ പിരിച്ചുകൂട്ടി പൈസ. അന്നൊക്കെ പട്ടിണിയുടെ കാലമായിരുന്നു. അന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു പെട്ടി വാങ്ങിക്കാനോ ഇതൂടെ ഒന്ന് കേൾക്കുന്ന നല്ല ഇപ്പോഴത്തെ ശുശ്രൂഷന്മാർ. ഞാൻ ആദ്യമായി 91 മുളക്കുഴ ചർച്ച് ഓഫ് ഗോഡ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പഠിക്കാൻ പോകുമ്പോൾ എനിക്ക് ഇടാൻ പാൻറ്റില്ലായിരുന്നു. എൻ്റെ അമ്മയുടെ ആങ്ങൾ അന്ന് ഇന്ത്യൻ എയർലൈൻസിൽ ജോലിയായിരുന്നു, എയർ ഇന്ത്യ ജോലിയായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ ആദ്യമായിട്ട് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ അടുത്ത് ചെന്ന് വായിട്ട് അദ്ദേഹം ഇട്ട് പഴകിയ 2 പാൻറ്റ് വായിട്ട് ചോദിച്ച് പുള്ളിക്കാരി കൊണ്ടുവന്ന് എനിക്ക് വെട്ടി അത് ചെറുതാക്കി തയ്പ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ആദ്യമായി മുളക്കുഴയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ ഫീസ് ഇന്നും കൊടുത്തത് ആരാന്ന് എനിക്കറിയത്തില്ല, ഷാർജയിലുള്ള ഏതോ ചർച്ചുകാരാണ്. അങ്ങനെയാണ് ഞാൻ 3 വർഷം പഠിക്കുന്നത്. ഒത്തിരി കഷ്ടപ്പെട്ടു. പക്ഷെ ദൈവം ആ സ്ഥിതിയെല്ലാം മാറ്റി ഇന്നും ശുശ്രൂഷയിലുണ്ട് ഞാൻ. എനിക്കതാണ് ഏറ്റവും കാരണം ഒരുപാട് പേര് ഔട്ടായിപ്പോയി ശുശ്രൂഷ. പക്ഷെ 34 വർഷമായിട്ടും ദൈവം എന്നെ ശുശ്രൂഷയിൽ ഇന്നും നിർത്തിയിരിക്കുന്നു. ഒരുപാട് സ്ഥലത്തും രാജ്യങ്ങളിലും എനിക്ക് സഞ്ചരിക്കാൻ ദൈവയുടെ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ സലാലെ 2 ആഴ്ചത്തേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് പോയി. ഇപ്പോഴും കർത്താവ് വേദികളും വഴികളും തുറന്നു തരുന്നു. അപ്പം ഒത്തിരി കഷ്ടപ്പാടിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശലോമോൻ പറയുന്നൊരു വാക്ക്, there is a season for everything. നിങ്ങൾക്ക് കഷ്ടതയ്ക്കൊരു കാലമുണ്ട്. ശുശ്രൂഷകന്മാരെല്ലാവരും കേട്ടോ, നമ്മുടെ ബുദ്ധിമുട്ടിനൊരു കാലം നമുക്കുണ്ട്. ആ കാലത്തെ മാറ്റി ദൈവം അനുഗ്രഹത്തിൻ്റെ ഒരു കാലം ദൈവം നമുക്ക് വേണ്ടി തരും. നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. ശുശ്രൂഷയിൽ നിങ്ങൾ തളർന്നു പോകരുത്. ഇല്ലായ്മകളെ കണ്ട് നിങ്ങൾ ഒരിക്കലും പിറുപിറുക്കരുത്. ദൈവം നമ്മുടെ സ്ഥിതി മാറ്റും, നമ്മളെ ഉപയോഗിക്കുമെന്ന് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. അങ്ങനെയാണ് എനിക്കൊരു കൺവിൻസ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടാണ് ദൈവം ഇടപെട്ടാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് 91 ഇറങ്ങുന്നത്. അത് എനിക്ക് ഇന്നും എന്നെ അത് ഉറപ്പിച്ചു നിർത്തുന്നു. അതെ, അതുപോലെ പാസ്റ്റർ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബൈബിൾ കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഗ്ലാമറസ് സ്ഥലമായിട്ട് കണ്ടിട്ടാണ്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അതായത് ഇന്നത്തെ ബൈബിൾ കോളേജും പഴയ ബൈബിൾ കോളേജും ഒരുപാട് വ്യത്യാസമുണ്ട്. കാര്യം മുളക്കുഴയെ സംബന്ധിച്ചിടത്തോളം ബിൽഡിങ്ങിന് പോലും വളരെയധികം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പഴയ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ കയറി പോകുന്ന സ്ഥലത്ത് പല സൈഡിൽ ചെറിയൊരു സ്പേസും അതുപോലെ മൂട്ടകടിയും കരിച്ചയായിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു. പക്ഷേ ഇന്ന് അതിനെല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ന് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ശുശ്രൂഷകരായിട്ട് വരാൻ ആഗ്രഹിച്ച് ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ ശുശ്രൂഷകരോട് പാസ്റ്റർ എന്താണ് ആ ഒരു ബൈബിൾ കോളേജിൽ നിന്നുള്ള കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്താണ് പറയാനുള്ളത്? ഷാൻ പറഞ്ഞ പോലെ ഈ ബൈബിൾ സ്കൂൾ എക്സ്പീരിയൻസ് ഇന്നത്തെ ആയിട്ട് തട്ടിച്ച് നോക്കുകയാണെങ്കിൽ പഴയതിൽ നിന്ന് ഒരുപാട് വിഭിന്നമാണ്. അതെ, ഇന്നത് സത്യം പറഞ്ഞാൽ അതൊരു സെക്യുലർ കോഴ്സിന് തുല്യം എന്ന പോലെ മാത്രമേ അതിനെ കാണാൻ പറ്റൂ. തീർച്ചയായിട്ടും ഒരിക്കലും ഒരാൾക്കൊരു ബൈബിൾ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഈ എൻകൗണ്ടർ എന്ന് പറയുന്നത് ദൈവവുമായിട്ട് വ്യക്തിപരമായ ആ ആൾക്ക് തൻ്റെ സബ്മിഷനിലും പ്രാർത്ഥനയിലും ഉണ്ടാകുന്ന കാര്യം. ഈ ബൈബിൾ സ്കൂൾ എന്ന് പറയുന്നത് നമ്മളെ സത്യം പറഞ്ഞാൽ നമ്മളെ ഒരു ശുശ്രൂഷയ്ക്ക് ഇറക്കി വിടാനുള്ള ഒരു ജസ്റ്റ് നമ്മളെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ചെറിയ ഔട്ട്ലൈൻ മാത്രമാണ്. അത് മാത്രമേ ഉള്ളൂ. ഇപ്പം ബൈബിൾ സ്കൂളിൽ ഞാൻ പഠിച്ച സമയത്ത് മനസ്സിലാക്കിയ കാര്യം, ബൈബിൾ സ്കൂൾ ടീച്ചർമാർ എന്നെ എതിർക്കരുത്, ബൈബിള് പഠിപ്പിക്കുന്നില്ല. ബൈബിൾ വളരെ കുറവാണ് പഠിപ്പിക്കുന്നത്. അവിടെ തിയോളജി, ന്യൂമറ്റോളജി, ഡെമനോളജി, ഇങ്ങനെയുള്ള പല തിയോളജികളാണ് പഠിപ്പിക്കുന്നത്. ഇതൊന്നും നമുക്ക് ശുശ്രൂഷയിൽ കാര്യമായി ഉപകരിക്കുന്നില്ല. പക്ഷെ നമുക്കൊരു ബേസ്മെൻറ്റ് കിട്ടും.
ബൈബിൾ തന്നെ, അതെ, ബൈബിളിൻ്റെ ആധികാരികത തന്നെ, ബൈബിളിൽ ഒരാൾ ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ അത് ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല. അതെ, ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക എന്നുള്ളതാണ്, ഡിഗ്രി എടുക്കാൻ. കാരണം ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ജനറേഷൻ, അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയണമെങ്കിൽ ബൈബിൾ നോളജ് ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റഡി നല്ലതാണ്. പക്ഷേ മിനിസ്ട്രിയുമായിട്ടുള്ള ബന്ധത്തിൽ പേഴ്സണൽ എൻകൗണ്ടറുകളാണ് ഏറ്റവും പ്രധാനം. അതെ, തീർച്ചയായിട്ടും. അതില്ലാത്ത ഒരാൾക്ക് മിനിസ്ട്രി വിജയിക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് ഈ പഠിപ്പീര് കൊണ്ട് കാരണം ഈ തിയോളജി പറഞ്ഞുകൊണ്ട് ഒരാളും മാനസാന്തരപ്പെടാൻ പോകുന്നില്ല. ആത്മാവ്, പരിശുദ്ധാത്മാവ് ആത്മാവിനെ തൊട്ടേ പറ്റൂ. രണ്ടും സ്പിരിറ്റാണ്. അപ്പം ഷൈനും അകത്തും ഇരിക്കുന്ന സ്പിരിറ്റ്, ആ സ്പിരിറ്റിനെ തൊടണം. ആ സ്പിരിറ്റിനെ തൊടണമെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ വളരെ ബാധകമാണ്. അത് ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നവർ കേൾക്കുക. ബൈബിൾ സ്കൂളിലെ പഠിത്തം കൊണ്ട് മാത്രം ഒരു ശുശ്രൂഷ വിജയിക്കത്തില്ല. ആ ആള് മസ്റ്റായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടറിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമേ ശുശ്രൂഷ ഫ്ലറിഷ് ആകത്തുള്ളൂ. അതാണ് എനിക്ക് ബൈബിൾ സ്കൂളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പം മണക്കാല പോലെയൊക്കെയുള്ള തിയോളജിക്കൽ സെമിനാരി പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വാല്യൂ ആണ്. അന്ന് മുളക്കടിയിൽ അത്രയും വാല്യൂ ഇല്ലായിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റിനൊക്കെ. ഇപ്പം കുറച്ചുകൂടെ ATയുടെ അംഗീകാരവും ഒക്കെ കിട്ടി. പിന്നെ അന്നത്തെ ഡോർമെറ്ററികളൊന്നും അല്ല, ഇപ്പം ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. എനിക്ക് തോന്നുന്നത് ഫാസ്റ്റർ CC തോമസ്, ഫാസ്റ്റർ PV സാം, PJ ജെയിംസിന്റെ കാലത്താണ്, ജെയിംസിന്റെ ഇങ്ങനെയുള്ള ഫാസ്റ്റർ സുജു ജോണ്, ഇങ്ങനെയുള്ളവരൊക്കെ അതിനകത്ത് ഭയങ്കരമായിട്ട് വില മുടക്കിയതായിട്ട് എനിക്ക് അറിയാം. അപ്പം അതുകൊണ്ട് ബൈബിൾ കോളേജൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു. അവർക്ക് ഭൗതികമായി അല്ലെങ്കിൽ ബുദ്ധിപരമായി അവർക്ക് ഭയങ്കര നോളജുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ ആ കാര്യം ഇരിക്കവേ തന്നെ ശുശ്രൂഷയിൽ ഒരാൾ പ്രയോജനപ്പെടണമെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അത് ഒരു പേഴ്സണൽ എൻകൗണ്ടർ ആൾക്ക് കൂടിയേ തീരും. അത് ആ പാറ്റേണേ അല്ല, ഈ വേറെ പാറ്റേണാണ്. അതുകൊണ്ടാണ് ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാൽ പഠിച്ചത് വേറെ, പ്രാപിച്ചത് വേറെ. ഇത് രണ്ടും ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് കൂടിയേ തീരത്തുള്ളൂ. ഫസ്റ്റ് പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഒരു സ്ഥലത്ത് ശുശ്രൂഷ ആയിരിക്കുന്നല്ലോ. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു 24 വർഷത്തെ കാലയളവുണ്ട്. അപ്പോൾ ഈ കാലയളവിൽ ശുശ്രൂഷിച്ചത് ഏത് ചർച്ച് മിനിസ്ട്രി തന്നെ ആയിരുന്നോ അതോ മറ്റ് പൊതു ശുശ്രൂഷയായിരുന്നോ? അതിനകത്ത് ഒരു കാലഘട്ടം വരെ ബൈബിൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാനൊരു ഫർദർ സ്റ്റഡിക്ക് വേണ്ടി ബാംഗ്ലൂരിൽ പോയായിരുന്നു. ബാംഗ്ലൂരിൽ സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ ഞാൻ ബാംഗ്ലൂരിലെ ഇതര മലയാളി സഭകളിലെല്ലാം എനിക്ക് തോന്നുന്ന ഒരുമാതിരിപ്പെട്ട ഏരിയയിലെല്ലാം ഞാൻ കാലുകുത്തി. അന്നും ദൈവത്തിൻ്റെ ഒരു കൃപയാൽ എൻ്റെ കൂടെ പഠിച്ച ഒത്തിരി സുഹൃത്തുക്കൾ ചിലപ്പോൾ ഇത് കണ്ടേക്കാം, അവർക്കെല്ലാം അറിയാം. എനിക്കെന്തോ ആണെന്നറിയാം, ദൈവത്തിൻ്റെ ഫേവറാന്ന് പറയാം. ഞാൻ ഫസ്റ്റ് ഇയർ അവിടെ ചെല്ലുമ്പോൾ തന്നെ എനിക്ക് വചനം പ്രസംഗിക്കാനും ചെറിയ ചെറിയ സ്വപ്നങ്ങളും ഇങ്ങനെയുള്ള കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളൊരു കൃപ ദൈവം ആദ്യത്തെ വർഷം തന്നെ എനിക്ക് തന്നായിരുന്നു. അത് ഇന്നും ദൈവം എൻ്റെ മേൽ അത് ഇട്ടിട്ടുണ്ട്, അത് ദൈവം എടുത്തിട്ടില്ല, എൻ്റെ മേലുണ്ട്. അത് ഇപ്പോഴും ഞാൻ ആ പ്രവാചന ശുശ്രൂഷ കൈകാര്യം ചെയ്യുന്നു, വെളിപ്പാടുകയാണ്. അന്ന് മുതൽ എനിക്ക് ശുശ്രൂഷയുടെ ഓപ്പണിങ്ങുകളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ബാംഗ്ലൂരിലെ ഇതര RT നഗർ, കോരമംഗല, ലിംഗരാജപുരം ഇങ്ങനെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷിക്കാനുള്ള വാതിൽ ഈ 2 വർഷം ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ചില ചർച്ചുകളിൽ വീണ്ടും ഞാൻ പാസ്റ്ററായിട്ടിരുന്നു. ചില പാസ്റ്റർമാർക്ക് പകരമായിട്ടിരുന്നു. ഇങ്ങനെ പകരക്കാരനായിട്ട് അല്ലാതെ സഭാ ശുശ്രൂഷ കുറേ നാൾ ഞാൻ പോയി. അതിനുശേഷം ഒരു ഇടവേള പൊതു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ സഭാ ശുശ്രൂഷ ഉപേക്ഷിച്ച് കുറേ നാൾ ഞാനും എൻ്റെ ബ്രദറും ഒരു ശുശ്രൂഷകനാണ്. അപ്പം ഞങ്ങൾ 2 പേരും പൊതു ശുശ്രൂഷയ്ക്കായി പോയി. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു 12 വർഷം പാസ്റ്റർ സാമച്ചൻ എന്ന് പറഞ്ഞൊരു ദൈവദാസനുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്താണ് വർക്ക് ചെയ്തത്. അതിനുശേഷമാണ് ഈ 10 വർഷത്തെ ഈ സഭ ശുശ്രൂഷയിലോട്ട് പോകുന്നതും. ഇപ്പം ചെങ്ങന്നൂരും ഇപ്പം തിരുവനന്തപുരത്തും 2 പ്രവർത്തനങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒത്തിരി പ്രയാസങ്ങളും പ്രതികൂലങ്ങളുടെയും കാലഘട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷെ ദൈവം അവിടെയെല്ലാം എന്നെ പരിപാലിച്ച് നിർത്തി. സപ്പോർട്ടുകളില്ലാതെ, സാമ്പത്തികമില്ലാതെ, ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതൊക്കെ ഇരുന്ന് ഒരുപാട് കഷ്ടതയുടെ
കാലം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എല്ലാം ഒന്നും പറയേണ്ട കാര്യമില്ല, അതെന്നെ ദൈവം നടത്തിയ വഴികളാണ്. പക്ഷെ ഈ ആ ഒരു കാലഘട്ടം നമുക്ക് മറക്കാൻ പാടില്ല. അതാണ് എൻ്റെ ഈ ഇടക്കാലത്ത് 24 വർഷത്തിൻ്റെ കാലഘട്ടം. ഓക്കെ. അതുപോലെ പാസ്റ്റർ പറഞ്ഞു ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു സഭാ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ അന്ന് മുതൽ, അപ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 34 വർഷം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും സഭാ ശുശ്രൂഷയിൽ. അപ്പോൾ ഇതുവരെയുള്ള കാലയളവിൽ സഭാ ശുശ്രൂഷകളിൽ നേരിട്ട വെല്ലുവിളികൾ, അതായത് ഒരു പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് ഒരു ശുശ്രൂഷകൻ നേരിടുന്ന പ്രശ്നങ്ങൾ, പേഴ്സണലല്ല അല്ലാതെ സഭയ്ക്കുള്ളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പാസ്റ്റർ അഭിമുഖീകരിച്ചിട്ടുള്ളത്? എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഒരു ശുശ്രൂഷകൻ ആദ്യമായി നേരിടുന്ന വെല്ലുവിളികളിൽ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു പഴക്കം ചെന്ന ചർച്ച്. പണ്ട് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പറഞ്ഞു 20 വർഷം കഴിഞ്ഞ ഒരു സഭയെ നടത്താൻ പാടാന്ന് ഒരു പാസ്റ്റർ. അതിൻ്റെ കാരണം അതിനകത്ത് പരീക്ഷന്മാർ വർദ്ധിക്കും. തീർച്ചയായിട്ടും. കാരണം അതിലിരിക്കുന്നവർ തന്നെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് മനസ്സ് കല്ലിച്ച് കൈയടിക്കത്തില്ല, പിന്നെ സ്തോത്രം പറയത്തില്ല, ബഹളം അവർക്ക് ഇഷ്ടമല്ല, അവർക്ക് 12:30 ആവുമ്പോൾ അവർക്ക് പോകണം. ഇങ്ങനെയുള്ള ചിട്ടകളിലേക്ക് ചർച്ച മാറും. ഇപ്പം ഈ ഉണ്ടായ മൂവ്മെൻറ്റുകളെല്ലാം അവസാനിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു പാറ്റേണോ അതൊരു പാരമ്പര്യമായി പോയതുകൊണ്ടാണ്, പാരമ്പര്യം മാറിയതുകൊണ്ടാണ്. അപ്പോൾ പാരമ്പര്യ ചർച്ചകളിൽ ഇരിക്കാനാണ് ഏറ്റവും പ്രയാസം. കാരണം ഇവരെ കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് മാറിപ്പോയ ഒരു കൂട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. എനിക്കാണെങ്കിൽ ശുശ്രൂഷിച്ചുള്ള എക്സ്പീരിയൻസും ഇല്ല. അവർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പല തരത്തിൽ ഞാൻ ആ ചർച്ചിൽ ആദ്യമായി ചെന്ന ചർച്ചിൽ വേദനിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട്. എന്നെ പറയാത്ത ആക്ഷേപങ്ങളില്ല, എന്നെ ഇറക്കി വിടാൻ ഒറ്റയ്ക്കേ ഉള്ളല്ലോ, ആരും ചോദിക്കാനില്ല, ഒരാൾ പോലും ഇല്ല, കേന്ദ്രം വിട്ടതാ, നമുക്ക് തിരിച്ചു ചെല്ലാനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഒരുപാട് വേദനിക്കപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് അലറിക്കരഞ്ഞ രാത്രികൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അത് ഒട്ടും മറക്കത്തില്ല. റാന്നി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ആദ്യം വരുന്ന മുഖമാണ്. ഇപ്പം ഞാൻ റാന്നിയുടെ ഇതര ഭാഗങ്ങളിൽ പാസ്റ്റർ പ്രിൻസ് റാന്നിയുടെ ചർച്ച് പോലുള്ള വലിയ വലിയ ചർച്ചുകൾ ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ പണ്ട് ഞാൻ അവിടെ ഒന്നുമില്ലായ്മ ഒരു 35-40 പേരുള്ള ഒരു സഭയിൽ 3.5 വർഷം പാസ്റ്ററായിട്ടിരുന്ന ഒരു കാലഘട്ടം. ഈ സഭാ ശുശ്രൂഷയെ നേരിടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാര്യം ഇതാണ്, ഈ ഒത്തിരി പഴക്കം ചെന്ന സഭകളെ നമുക്ക് ശുശ്രൂഷിക്കാൻ പാടാം. അവരാത്മാവിൻ്റെ ഒരു ഉപദേശം കൈക്കൊള്ളില്ല. അതെനിക്ക് തോന്നുന്നു അവരൊരു പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലല്ല അവർ നിൽക്കുന്നത്, അല്ലേ? അവരൊരു പാറ്റേണിലാണ്. ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു എൻ്റെ ഉള്ളിൽ പ്രകാശിക്കപ്പെട്ടൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇന്നത്തെ സഭകളെ ഏറ്റവും അധികം നേരിടുന്ന 3 കൂട്ടം കാര്യമാണ്. ഒന്ന് പാറ്റേൺ എന്ന് പറഞ്ഞ വാക്കാണ്, 2 എന്ന് പറഞ്ഞ സിസ്റ്റം എന്ന് പറഞ്ഞ വാക്കാണ്. സിസ്റ്റം തെറ്റിച്ചാൽ ചിലർക്ക് ഭയങ്കര പ്രശ്നമാണ്. യേശു പള്ളിയിൽ പുസ്തകം വായിച്ചിട്ട് അടച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. യേശു അടച്ചത് ശുശ്രൂഷക്കാരൻ്റെ കയ്യിൽ കൊടുത്തെന്ന, അടയ്ക്കാൻ പാടില്ല. എൻ്റെ ഫാദർ ശുശ്രൂഷകനാണ്. അപ്പം ഞങ്ങളുടെ ചർച്ചിൽ ഫസ്റ്റ് 2 പാട്ട് പാടുന്നതിന് പകരം അതിലൊരു വ്യത്യാസം ഒരു ആഴ്ചയിൽ ഉണ്ടാക്കിയപ്പോൾ അവിടെ സെക്രട്ടറി പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ ഒരു സിസ്റ്റത്തിന് ഫസ്റ്റ് പറഞ്ഞ കറക്റ്റാണ്. ആ സിസ്റ്റത്തിൽ നിന്ന് മാറാനായിട്ട് അവർ ചിലപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലാണ് ആ സിസ്റ്റത്തിനൊരു വ്യത്യാസം വന്നതെങ്കിൽ കൂടി അതിനെ എതിർക്കുന്നവരാണ്, സമ്മതിക്കത്തില്ല. ഇപ്പം യേശുവിനെ എന്തുകൊണ്ടാണ് ശുശ്രൂഷയിൽ എതിർത്ത് ഇവർ? അവരുണ്ടാക്കി വെച്ച സിസ്റ്റത്തെ യേശു വയലേറ്റ് ചെയ്തു. യേശു മിക്ക സൗഖ്യങ്ങളും നടത്തിയത് ശബത്തിലാണ്. അവർ പറഞ്ഞു ശബത്ത് പറ്റിയല്ല. കർത്താവ് പറഞ്ഞു ഞാനാടാ ശബത്ത് ഉണ്ടാക്കിയേ, ഞാനാ ഉണ്ടാക്കിയേ, ആർക്ക് വേണ്ടിയാ ഉണ്ടാക്കിയേ? യേശു എന്നെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, യേശു ഒരിക്കൽ പറഞ്ഞു ഈ മന്ദിരം പൊളിക്കും ഞാൻ 3 ദിവസം. അവർക്ക് സഹിക്കാൻ പറ്റും. ഒരു 40 വർഷം കൊണ്ട് പണിത മന്ദിരം അത്. ദേഹമെന്ന ശരീരത്തെക്കുറിച്ചാണ് യേശു ഉദ്ദേശിച്ചെങ്കിലും ലിറ്ററലി യേശു പള്ളി എന്ന് പറയാ ഇത് പൊളിക്കും ഞാൻ 3 ദിവസം കൊണ്ട് പണിയാന്ന്. ഇപ്പൊ ഇവരുടെ സിസ്റ്റത്തെ വയലേറ്റ് ചെയ്തത് കൊണ്ടാണ് യേശുവിനെ ക്രൂശിക്കാൻ പറഞ്ഞത്. അപ്പം ഇന്നത്തെ സഭകളിൽ ഏറ്റവും അധികം ഇപ്പൊ സങ്കീർത്തനം വായിക്കാത്ത കാരണത്താൽ കഴിഞ്ഞിടയ്ക്ക് ഒരു പള്ളി അടിയുണ്ടായി. അത് ശരി, സങ്കീർത്തനം വായിച്ചില്ല, അവിടെ അടിയുണ്ടായി. കേരളത്തിൽ നടന്ന കാര്യമാണ്. എന്താ അതിന്റെ കാരണം? സിസ്റ്റം വയലേറ്റ് ചെയ്തു. അവർ പറഞ്ഞില്ല അത് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് വായിക്കണം. വായിച്ചില്ലെങ്കിൽ എന്നാ പരിശുദ്ധാത്മ പിണങ്ങുമോ? ഇല്ല. അപ്പം ഈ സഭ നേരിടുന്ന വലിയൊരു പ്രശ്നം ഈ പാറ്റേണുകളെ, സിസ്റ്റങ്ങളെ ഇതുപോലെ വെച്ചേക്കുന്ന കുറേ പുതിയ തലമുറയ്ക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാതെ സഭാ വളർച്ചയ്ക്ക് തടസ്സമായി ഈ വരുന്ന
ആൾക്കാർ ഇരുന്ന് മരച്ച് മുരച്ച് അവർ മൊത്തത്തിൽ കഠിനമാകുന്ന തരത്തിൽ ഇവിടെ സഭകളിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചില സിസ്റ്റങ്ങൾ മാറിയേ പറ്റൂ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാസ്റ്റർ ചോദിച്ചു, എല്ലാ ആഴ്ചയിലും വചനം സംസാരിക്കണമെന്ന് എന്നെ നിർബന്ധം. ഒരാഴ്ച വർഷിപ്പ് പോട്ടെന്നേ. തീർച്ചയായിട്ടും അതെ. വർഷിപ്പിന് മനുഷ്യനെ തൊടാൻ പറ്റത്തില്ലേ? അത് പറ്റിയല്ല. രണ്ട് പാട്ട് കൃത്യമായിട്ട് ബാക്കി സാക്ഷ്യം. അതാണ് ഇന്ന് സഭ നേരിടുന്ന വലിയൊരു പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നില്ല സഭ, പുതിയ തലമുറ ഉൾക്കൊള്ളുന്നില്ല. ഇതൊക്കെ വലിയൊരു പ്രശ്നമാണ്. മാറ്റങ്ങൾ വരുത്താൻ നോക്കുന്നവരെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തി കളയും. തീർച്ചയായിട്ടും ഇത് വലിയ അപകടമാണ്. അതുകൊണ്ട് ഇന്ന് സഭകളിൽ യൗവനക്കാരില്ല. അതുപോലെ തന്നെ പുതിയതായിട്ട് ഒരു വിടുതലിന് വേണ്ടുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരത്തില്ല. അവർ വേറെ ന്യൂ ജനറേഷൻ ചർച്ചുകളിൽ മാത്രമേ ഉള്ളൂ. ഇത് സഭ നേരിടുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് മനസ്സിലായി. പരിശുദ്ധാത്മാവിന് യാതൊരു സ്ഥാനമില്ല. അവരുടെ സിസ്റ്റമാണ്. അതെ, യഥാർത്ഥത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവിലൂടെയാണ് സകല പ്രവൃത്തി നടക്കേണ്ടത്. അത് പക്ഷെ തിരിച്ചറിയുന്നില്ല. അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ട് ഇന്ന്. സഭയും ശുശ്രൂഷകരും വിശ്വാസികളും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലാണ് ഇന്നത്തെ പ്രവൃത്തി മുഴുവൻ നടക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാതെ പോകുന്നൊരു പ്രശ്നം. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടം. അതെ 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 അതെ. പഴയ നിയമത്തിൽ പിതാവ് ഇടപെട്ടു, പുതിയ നിയമത്തിൽ യേശു ഇടപെട്ടു, അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവ് ഇടപെടണ്ടേ. ശുശ്രൂഷ ഇപ്പൊ ഷൈൻ ചോദിച്ചൊരു കാര്യം, ഇന്നത്തെ സഭ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം കൂടെ ഞാൻ പറയാം. ശുശ്രൂഷകന്മാർക്ക് സ്വാതന്ത്ര്യമില്ല. അവർ പറയുന്നത് 12:45 പണ്ട് ആരോ പറഞ്ഞു കർത്താവ് വന്നാലും വന്നില്ലേലും 1 മണിക്ക് ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞ പോലെ ശുശ്രൂഷകന് സ്വാതന്ത്ര്യമില്ല. അവർ ബയലോ ഉണ്ടാക്കി വെച്ചേക്കുക. പിന്നെ ആ ആൾ ആത്മാവെന്ന് പറഞ്ഞ് എഴുന്നേറ്റിരുന്ന എന്തെങ്കിലും കാര്യപ്രസക്തി ഉണ്ടോ? ഇല്ല. അപ്പോൾ ഷൈൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധാത്മാവ് എങ്ങനെയാണോ സഭയ്ക്കകത്ത് പ്രവർത്തിക്കുക. എനിക്കിന്നും അറിയാം കേരളത്തിൽ 4 മണിക്ക് സഭാരാധന നിൽക്കുന്ന സഭകൾ. രാവിലെ 10 തുടങ്ങുന്നത് 4, 3:30, 5:30. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഇവിടെ അടുത്തുള്ള ചർച്ച തന്നെയാണ്. അന്ന് എൻ്റെ പപ്പയൊക്കെ ശുശ്രൂഷകരായിട്ടില്ല. അന്ന് പാസ്റ്റർ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്ന് എനിക്കിന്നും ഓർമ്മയുണ്ട്. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന ആരാധന 2:30, 3 മണി വരെ. ആരും ചോദിക്കത്തില്ല, ആരും വീട്ടിൽ പോകത്തില്ല. എല്ലാവരും ആരാധന കഴിയുന്നവരെയും കൃത്യമായിട്ട് സഭയ്ക്കുള്ളിലുണ്ടാവും. ഇന്നതല്ല. ഇന്ന് 12 മണി അല്ലെങ്കിൽ 12:30, 1 മണിയൊന്നും ടൈം ഉണ്ടെങ്കിൽ അപ്പോൾ ബൈബിൾ എടുക്കുന്നു, പോകുന്നു, അന്നേരം പോവാ. അവർക്ക് ആരുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഇല്ല. അതെ. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് ആ അഗ്നി കത്തിത്തീരുന്നവരെ അതിനകത്തിരുന്ന് അവർ ആസ്വദിക്കുമായിരുന്നു. ഇന്ന് ചർച്ച് സത്യം പറഞ്ഞാൽ ഇനി ഷൈനെ ഈ പരിശുദ്ധാത്മാവ് പള്ളിയിലില്ലെങ്കിൽ പള്ളി ക്ലബ്ബാ. അതെ അതെ അതെ. വിത്തൗട്ട് ഹോളി സ്പിരിറ്റ് ചർച്ച് ഈസ് ലൈക്ക് എ ക്ലബ്ബ്. പരിശുദ്ധാത്മാവില്ലയോ ആ ചർച്ച് ക്ലബ്ബാ. അതെ. അത് എല്ലാവരും വന്ന് കൂടി ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ദാറ്റ് ഈസ് നോട്ട് എ ചർച്ച്. ചർച്ച് എന്ന് പറയുന്നത് ഷൈൻ പറഞ്ഞതുപോലെ ഹോളി സ്പിരിറ്റാണ് അതിൻ്റെ ഫൗണ്ടർ. ആ പരിശുദ്ധാത്മാവ് ആ പള്ളിയിൽ ഇറങ്ങി വരണം. പാട്ട്, അതുപോലെ തന്നെ ഉപകരണങ്ങൾ വായിക്കുന്നത്, അത് പാടാൻ നിൽക്കുന്നവരെ, ശുശ്രൂഷിക്കന്മാരെ, എല്ലാവരിലും നിറഞ്ഞ സാന്നിധ്യം. ജനത്തെ അതുപോലെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു അഭിഷേക ശുശ്രൂഷ പള്ളിക്കകത്ത് കാണണം. എന്നാൽ ഇല്ലെങ്കിൽ ഇതും ഈ ഉണ്ടായ മൂവ്മെൻറ്റുകളും എല്ലാം മരവിച്ച് പണ്ടത്തെ കത്തോലിക്ക പോലെ അല്ലെങ്കിൽ ലൂതറൻ പോലെ പ്രൊട്ടസ്റ്റൻ്റ് പോലെ ഇത് ഒരു കാലം കഴിയുമ്പോൾ അവശേഷിക്കും. ഹോളി സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് റിഫോർമേഷൻ, റിവൈവൽ, റെസ്റ്റോറേഷൻ ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ കാലഘട്ടത്തിൽ സഭ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ പിന്നെ സഭാരാഷ്ട്രീയ ഒരു പ്രശ്നമാണ്. അതൊരു വലിയ പ്രശ്നമാണ്. ഇതിനകത്ത് അധികാരമോഹങ്ങൾ പലരുടെയും മനസ്സിനെ മരവിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ. അതെ. ചിലർ സഭയുടെ മുഴുവൻ ആധിപത്യം അവർ പറയുന്ന പോലാണ്. ശുശ്രൂഷകനില്ല, ആത്മാവിന് അതിന് സ്ഥാനമില്ല. അതുകൊണ്ട് ഇരിക്കാൻ പറഞ്ഞാൽ പാസ്റ്റർ ഇരിക്കണം, എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കണം. അതാ ഞാൻ പറഞ്ഞത്. അപ്പം പിന്നെ ഞാൻ ശുശ്രൂഷയിൽ നേരിട്ട മറ്റൊരു പ്രശ്നമാണ്. എത്ര പേര് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശുശ്രൂഷകന്മാരെപ്പോഴും വിശ്വാസിക്ക് താഴെ നിൽക്കാവും. പാസ്റ്ററിൻ്റെ മക്കൾ ഒരു നല്ല തുണി ഇടാൻ പറ്റത്തില്ല. എനിക്ക് ആദ്യമായിട്ടുണ്ടായതൊരു പെൺകുഞ്ഞ. ഞാൻ നേരിട്ട വലിയൊരു പ്രയാസകരമായ ഒരു കാര്യമാണ്. അവർക്കൊരു നല്ല തുണി ഉടുത്തുകൊണ്ട് വന്നാൽ ക്രിറ്റിസിസമാണ്. ഞാൻ അനുഭവിച്ച ഒരു പ്രതിസന്ധിയാണ്. അതിന് സത്യം പറഞ്ഞാൽ മാറ്റം വരണം എന്നാണ്. കാരണം വിശ്വാസിക്ക് താഴെ പാസ്റ്റർ നിൽക്കാവൂ, ഞങ്ങൾ കൊടുക്കുന്ന ദശാംശം കൊണ്ട് ആ മനുഷ്യൻ കഴിയാവൂ എന്നതൊരു പഴയ കൺസെപ്റ്റാണ്. അതെ, തീർച്ചയായിട്ടും.
ഇപ്പം എൻ്റെ സഭയിലെ പാസ്റ്റർ അനുഗ്രഹിക്കപ്പെടുന്നതുകൊണ്ട് എനിക്ക് ആ ഗുണം തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റുമല്ലോ. എൻ്റെ പാസ്റ്റർ നല്ല രീതിയിലാണ് നടക്കുന്നത്, ആ മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയാൻ പറ്റുമല്ലോ. ആ ആറ്റിറ്റ്യൂഡ് ഇന്ന് പല വിശ്വാസികൾക്കകത്തും ഇല്ല എന്നുള്ള ഒരു ദുഃഖകരമായ കാര്യം. അത് വേണമെങ്കിൽ നമുക്കൊരു അസൂയാപകമായിട്ടുള്ള രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതെ, അവരിൻ്റെ മേളിലോട്ട് ഒരാൾ വരാൻ പാടില്ല. ഇപ്പം ഔട്ട് ഓഫ് കേരള നോക്കുകയാണെങ്കിൽ പാസ്റ്റേഴ്സൊക്കെ വളരെ നല്ല നിലയിലാണ് അവർ കോട്ടും സ്യൂട്ടും നല്ല വണ്ടിയിലും യാത്ര. അവർക്കൊരു പഴയകാലം ഉണ്ടായിരുന്നു, അവർ പട്ടിണിയുടെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം ഒരു ഉയർത്തിയപ്പോൾ ഇത് അംഗീകരിക്കുന്നതിന് തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്താ പാവപ്പെട്ട 10 കുഞ്ഞുങ്ങളുടെ കല്യാണം നടത്താതെ? അതെ, എടാ ഇവർ കപ്പ നുറുക്കും കാന്താരിമുളകും തിന്ന് ഉണക്കുമീൻ ചുട്ടൊന്നും തിന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം. ഇപ്പം ഞാൻ ഇതുപോലൊരു ഷർട്ട് ഇടണമെങ്കിൽ എനിക്ക് ഷർട്ട് ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ദൈവം എനിക്ക് വാങ്ങിച്ചു തരുമ്പോൾ ഞാൻ ഇടുന്നു. അപ്പം അത് ഇവർ മനസ്സിലാക്കുന്നില്ല. അതൊരു ഭയങ്കര തെറ്റായ ഇടുങ്ങിയ ചിന്താഗതിയാണ് സഭയ്ക്കകത്ത്. പാസ്റ്റർ അനുഗ്രഹിക്കപ്പെടാൻ പാടില്ല. ഞാൻ എൻ്റെ ചർച്ചിൽ നിൽക്കുന്ന ഒരു പ്രത്യേക, എനിക്കിപ്പോഴും വീടില്ല, പക്ഷെ വീടില്ലെങ്കിലും എൻ്റെ പള്ളി വരുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ഒരു 4 ആഴ്ച കഴിഞ്ഞാൽ ആ മനുഷ്യന് ജോലി ഇല്ലെങ്കിൽ ജോലി ഉറപ്പാണ്. വിദേശത്ത് യാത്രയാണെങ്കിൽ ഉറപ്പാണ്. കാരണം അങ്ങനെ ഒരു ഭയങ്കര ഷിഫ്റ്റ് നടക്കുന്ന ഒരു പള്ളിയായിട്ട് ദൈവം നമ്മുടെ ഈ കൊച്ചു കൂട്ടായ്മയെ ദൈവം മാറ്റി. എത്ര പേരെ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ കയറ്റി വിട്ടു. അപ്പം അങ്ങനെ അത് ഞാൻ ഇഷ്ടപ്പെടുന്നു. ദൈവത്തോട് പറയുന്നൊരു കാര്യം, കർത്താവേ എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷേ ഈ വരുന്നവർ തകർന്ന് പോകാൻ പാടില്ല. അങ്ങനെ ഒത്തിരി പേര് പിന്നെ അവർ തിരിച്ച് പള്ളിയിലൊന്നും വരത്തില്ല, അവരവരുടെ വഴിക്ക് പൊയ്ക്കോട്ടെ. കാരണം നമുക്കതിനകത്ത് അസൂയയില്ല. യേശു 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ട് ഒരാൾ മാത്രമേ നന്ദി പറയാൻ വന്നോളൂ എന്നതുകൊണ്ട് ദൈവം 9 പേരുടെ സൗഖ്യം ക്യാൻസൽ ചെയ്തില്ല. നമ്മളത് പറഞ്ഞാൽ ആ ക്യാൻസൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റിയാൽ, പക്ഷെ യേശു ക്യാൻസൽ ചെയ്തില്ല. നീ പോയിക്കോ, അവന് നന്ദി കൊണ്ട് അവൻ തിരിച്ചു വന്നു. അതുകൊണ്ട് ശുശ്രൂഷയിൽ നമ്മൾ നേരിടുന്ന പലതരത്തിലെ പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം, നമ്മുടെ മക്കള് നല്ല നിലയിൽ. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറയാം, ഒരു 2-3 വീട്ടിൽ ജോലിക്ക് പോയിട്ട് വീട് പുലർത്തുന്നൊരു സ്ത്രീയാണ്. അവരുടെ കുഞ്ഞ് BSc നേഴ്സിങ്ങിന് പഠിക്കാൻ പോയി എന്ന കാരണത്താൽ ആ സഭയിലെ പകുതി ആൾക്കാർ കൈ കൊടുക്കുന്നില്ല. അയ്യോ, എന്തോ മനോഭാവം നോക്കി, എന്തോ അസൂയാണ്. അസൂയ ഭയങ്കര ബന്ധനോ. തീർച്ചയായിട്ടും പക ഒരു ബന്ധനോ, അസൂയ ഒരു ബന്ധനോ. നമ്മൾ ചില ഈ നമ്മളെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരുങ്ങി നടക്കുമ്പോൾ, ഒരു കാറേ നടക്കുമ്പോൾ, നല്ല നിലയിൽ ജീവിക്കുമ്പോഴൊക്കെ ആൾക്കാരുടെ മനസ്സിലുണ്ടാകുന്ന എരിച്ചിലുണ്ടല്ലോ. അത് ആ വാക്ക് അങ്ങനെ തന്നെ, മലയാളം ഭാഷ എരിച്ചിൽ. അത് ഈ മലയാളികളുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ ഈ കാര്യത്തിലെ കാര്യം. നമ്മൾ പഞ്ചാബിലോ നമ്മൾ ജാർഖണ്ഡിലോ ഇന്ത്യക്കാരുടെ ഇടയിലോ പോയി അവർക്ക് ഇതിനെക്കുറിച്ച് ബോധറിങ്ങേ ഇല്ല. പാസ്റ്റർ എങ്ങനെ വന്നാലും ഫ്ലൈറ്റിൽ വന്നാലല്ല, ഈ അങ്ങനെ വന്നാൽ അവർക്കൊരു വിഷയമല്ല. യൂറോപ്പിൽ പോയാൽ പാസ്റ്റർ പേഴ്സണൽ ഫ്ലൈറ്റിൽ വാ, അവർ പറയുന്നതാ. പക്ഷെ ഇവിടെ കേരളക്കാരുടെ ഇടയിൽ ഒരു 10 ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ടൊരു കാറ് വാങ്ങിച്ചോ, തീർന്നു. ഈ മനോഭാവം സത്യത്തിൽ ശുശ്രൂഷകന്മാരെ ഭയങ്കരമായിട്ട് തകർക്കുന്നൊരു കാര്യമാണ് എന്ന് ഇപ്പം എനിക്ക് ഷൈൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഇടയ്ക്ക് കയറി വന്നത് കാഴ്ചയാണ്. അപ്പം അതുകൊണ്ട് ശുശ്രൂഷയെ നേരിടുന്ന കാര്യങ്ങളിൽ എനിക്ക് നേരിടാൻ പറ്റിയ ചില കാര്യങ്ങൾ ഇതാണ്. രാഷ്ട്രീയം, അതുപോലെ തന്നെ ഈ പാസ്റ്റർമാർ അനുഗ്രഹിക്കപ്പെടുന്നതിനെതിരെയുള്ള പ്രശ്നങ്ങൾ. മറ്റൊരു കാര്യം, ഈ പരിശുദ്ധാത്മാവിന് സ്ഥാനമില്ലാത്തത്, സിസ്റ്റങ്ങളെ, പാറ്റേണുകളെ, സഭയ്ക്കകത്ത് ഉണ്ടാക്കി വെച്ച ഈ ഓരോ ചട്ടക്കൂടുകൾ, ഇതെല്ലാം ഒരു ശുശ്രൂഷയിൽ നേരിടുന്ന ഭയങ്കര വെല്ലുവിളിയാണ്. പാസ്റ്ററുടെ കുടുംബത്തെക്കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട്, അതായത് പാസ്റ്ററുടെ എൻ്റെ വൈഫിൻ്റെ പേര് ജോസി എന്നാണ്. അവൾ മണക്കാലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അവളെ കല്യാണം കഴിക്കുന്നത്. അവൾ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ലിബിയയിലായിരുന്നു. 8ാം ക്ലാസ് വരെ അവൾ പഠിച്ചത് വേറെ ഒരു നോർത്ത് ആഫ്രിക്കൻ രാജ്യത്തായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 22 വർഷം കഴിഞ്ഞ് 23 വർഷമാവുന്നു ഞാൻ കല്യാണം കഴിച്ചിട്ട്. അനുഗ്രഹമായിട്ട് പോന്നു. എനിക്ക് മൂത്തത് മോള കേരൻ സജിമോൻ, അവൾ MBBS 4ാം വർഷം പഠിക്കുന്നു. രണ്ടാമത്തത് മോനാണ് ജോഹാൻ. അവന് ഇപ്പോൾ റീസെൻ്റ്ലി അവന് ദുബായിൽ മീഡിയ എഞ്ചിനീയറിങ്, സൗണ്ട് എഞ്ചിനീയറിങ് എല്ലാം കൂടെ പഠിക്കാനായിട്ട് ഒരു ഓസ്ട്രേലിയൻ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജിൽ പോയിരിക്കുകയാണ്. 2 കുഞ്ഞുങ്ങളും
എനിക്ക് അഭിമാനം കൊള്ളത്തക്ക തരത്തിൽ അവരെ അടിച്ചിട്ട് ഞാൻ വർഷങ്ങളായി. അതെ. അങ്ങനെ ഒരു തെറ്റ് അവർ ചെയ്തിട്ടില്ല. ഓക്കെ. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അവർ പോയിട്ടില്ല. ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ചാണ് 10ലും +1ലും +2ലും അവർ ജയിച്ചത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് അഭിമാനിക്കാൻ പറ്റുന്ന 2 തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ട അതിനെനിക്ക് അഭിമാനമുണ്ട്. നമ്മൾ അത് ഉയർത്തി പറയല്ല, എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതുമല്ല. ഇപ്പം മോന് ഇപ്പം പോയതേ ഉള്ളൂ. ഈ കഴിഞ്ഞ 10 വർഷം ലാസ്റ്റിലൊരു 3-4-5 വർഷമായിട്ട് ഞാൻ ചർച്ചിലെ ഒരു കാര്യവും അറിയത്തില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ ബ്രദറിലോ ജോയൽ എന്ന് പറഞ്ഞ ആളും ജോഹാനും ഇവർ 2 പേരുമാണ്. ഞാൻ ചെന്ന് പ്രസംഗിക്കാൻ എൻ്റെ പുൾപിറ്റിൽ നിൽക്കത്തേ ഉള്ളൂ. മുഴുവൻ സൗണ്ട് പ്രൂഫാണ്, ഏറ്റവും ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സ് ആണ് ഞങ്ങളുടെ ചർച്ചിൽ ഉപയോഗിക്കുന്നത്. മീഡിയ നോക്കിയാൽ അറിയാം. അതുപോലെ നല്ല ക്യാമറകൾ എല്ലാം A to Z. ഞാനൊന്നും എൻ്റെ ബൈബിള് വരെ എടുത്ത് പുൾപിറ്റിൽ കൊണ്ടുവെക്കാൻ തക്ക നിലയിൽ എൻ്റെ മോനെയും എൻ്റെ ബ്രദർ ലോയെയും എൻ്റെ ചർച്ചിലെ ലീഡേഴ്സിനെയാണ് ദൈവം ഉപയോഗം. അതിനകത്തൊരു പാർട്ട് എൻ്റെ മക്കളുടെ ഉണ്ട്. പിന്നെ വൈഫാണെങ്കിലും പ്രത്യക്ഷമായിട്ട് എൻ്റെ ശുശ്രൂഷയിൽ അവൾ സ്റ്റേജിൽ കയറത്തില്ല. അവൾ പണ്ടേ എന്നോട് പറഞ്ഞ കാര്യമാണ് ജോസി പറഞ്ഞത്, എന്നെ ശുശ്രൂഷയ്ക്ക് സ്റ്റേജിലോട്ട് വിളിക്കരുത്, ഞാൻ ബാക്കപ്പായിട്ട് നിന്നോളാം എന്ത് കാര്യവും. അവര് ജോസിയുടെ ഒരു പവർഫുൾ പ്രെയർ ടൈം 2 മണി തൊട്ട് 4-5 മണി വരെ എവറി ഡേ, എല്ലാ ദിവസവും അവൾ പ്രാർത്ഥിക്കുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ദൈവം എനിക്ക് തന്നത്. പിന്നെ സ്പിരിച്വൽ സൺസ് ഒരുപാടുണ്ട്. ദൈവം ഒത്തിരി പേരെ വളർത്തിക്കൊണ്ടുവരാൻ ദൈവം ഇടയാക്കി. അങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്, അവരെ ഞാൻ വളർത്തുന്നു. അങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ നടക്കുന്നു. പിന്നെ എൻ്റെ ഫാദർ മരിച്ചുപോയി, മദറുണ്ട്. മദർ ഇപ്പോൾ എൻ്റെ ഇളയ ബ്രദറിൻ്റെ കൂടാണ്. പിന്നെ എൻ്റെ ഫാദർ ലോയും ഉണ്ട്, മദർ ലോയും ഉണ്ട്. അവർ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുന്നു, കർത്താവിൻ്റെ കൃപയാൽ സന്തോഷത്തോടെ ഇരിക്കുന്നു. ഓക്കെ, ഇത്രയും സമയം പാസ്റ്ററുടെ 34 വർഷത്തെ ഒരു ദീർഘമായ ശുശ്രൂഷയുടെ എക്സ്പീരിയൻസ് നമ്മോട് ഷെയർ ചെയ്ത പാസ്റ്റർ വളരെ നന്ദിയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന പുതിയ തലമുറയിലെ ശുശ്രൂഷകർക്ക് പാസ്റ്ററുടെ ജീവിതം ഒരു വലിയൊരു അനുഗ്രഹമായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശുശ്രൂഷകൻ ആയിരിക്കേണ്ടത്, എങ്ങനെയാണ് താൻ ഒരു ശുശ്രൂഷ മാനേജ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൃത്യമായ ഒരു അവലോകനം അല്ലെങ്കിൽ പാസ്റ്ററുടെ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുമെന്ന് തൊക്കെ ഇടയായിത്തീർന്നു. അപ്പോൾ പാസ്റ്ററുടെയും കുടുംബത്തെയും അതുപോലെ തന്നെ ശുശ്രൂഷയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നതിന് വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്നെ ക്ഷണിച്ചതിന് നന്ദി, ഷൈനോട് നന്ദി, ചാനലിന് നന്ദി, എല്ലാത്തെയും ദൈവം ധാരാളം അനുഗ്രഹിക്കും. താങ്ക് യു. ക്രിസ്ത്യൻ ഗാരേജിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇന്നിവിടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. Christian Garage.